നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര സ്വദേശിയായ സജിയെ സൗദിയിൽ 74,376 റിയാൽ ഹാക്ക് ചെയ്തു എന്ന കാരണത്താൽ ജയിലിലാക്കിയിരുന്നു. ഈ മലയാളിക്ക് ഇപ്പോൾ മോചനം ലഭിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സൗദിയിലെ ദമാമിൽ കഴിഞ്ഞ 7 മാസമായി ജയിലിലായ മലയാളി യുവാവിനാണ് ഇപ്പോൾ അനുകൂലമായി വിധി വന്നത്. ഇതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ജയിൽ മോചനം ലഭിച്ചത്. ആ വാർത്തയിലേക്ക്. ഒരു സൗദി പൗരന്റെ 74,376 റിയാൽ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ഹാക്ക് ചെയ്തു പണം തട്ടിയെന്ന് ആരോപിച്ചായിരുന്നു സജി ജയിലിലായത്. സജിയുടെ മൊബൈൽ നമ്പറാണ് പാസ്വേഡ് ചോദിച്ചുകൊണ്ട് സൗദി പൗരന് ലഭിച്ചത്. ഇതാണ് സജിയെ ജയിലിലാക്കാൻ കാരണമായതും. കഴിഞ്ഞ 4 വർഷമായി ദമാമിൽ ലേബറായി ജോലി നോക്കുന്ന തനിക്ക് ബാങ്ക് അക്കൗണ്ട് ഉള്ളതല്ലാതെ ബാങ്കുമായി ഇത്തരത്തിലുള്ള യാതൊരു ഇടപാടുകൾ നടത്തിയിട്ടില്ല എന്നും ജോലി ചെയ്യുന്ന ശമ്പളം ബാങ്ക് വഴി ആയതിനാൽ കമ്പനി തന്നെയാണ് അക്കൗണ്ട് എടുപ്പിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ നിരപരാധിത്വം കോടതിക്ക് വ്യക്തമായി മനസ്സിലായതിനെ തുടർന്നാണ് ജയിൽ മോചനം സാധ്യമായത്. ദമാം ക്രിമിനൽ കോടതി മലയാളം പരിഭാഷകൻ മുഹമ്മദ് നജാദിയാണ് ഇതെല്ലാം പറഞ്ഞത്. ദമാം ക്രിമിനൽ കോടതി ഇയാൾ നിരപരാധിയാണെന്ന് വിധിച്ചെങ്കിലും ഈ കോടതി വിധി ഇനി അപ്പീൽ കോടതി സ്ഥിരീകരിക്കണം. എങ്കിൽ മാത്രമേ ഈ മലയാളിക്ക് പൂർണ്ണമായ ഒരു മോചനം സാധ്യമാവുകയുള്ളൂ. ഇത്തരം കേസുകൾ നിരവധിയായി ദമാം കോടതിയിൽ എത്തുന്നതായും നജാദി വ്യക്തമാക്കിയുണ്ടായി. ബാങ്കിന്റെ പേരിൽ പാസ്വേഡ് അടക്കമുള്ള ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് മെസ്സേജ് വ്യക്തിപരമായി ഒരു ബാങ്കും അയക്കാറില്ലെന്നും ബാങ്ക് ID ഇഖാമ പുതുക്കിയ ശേഷം അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള സന്ദേശം ബാങ്കിൽ നിന്ന് വന്നാൽ തന്നെ അതിന്റെ സുതാര്യത അടുത്തുള്ള ബാങ്കിൽ പോയി തിരക്കിയിട്ട് മാത്രമേ പ്രവാസികൾ നൽകാവൂ എന്നും ഇദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇത്തരമൊരു സംഭവം നടന്നതോടുകൂടി ഏതൊക്കെ രീതിയിലാണ് ബാങ്കുകളുടെ പേര് പറഞ്ഞ് ആളുകൾ ചതിക്കപ്പെടുന്നതെന്ന് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.